السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പിശാച് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനും പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോവാതിരിക്കുവാനും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മതിയാകും. അത് വളരെ ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി നാം പ്രാവർത്തികമാക്കിയാൽ പിശാച് നമ്മെ സമീപിക്കുകയേ ഇല്ല. ഏതാണ് ആ 3 കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും, പിശാച് അങ്ങനെ നമ്മുടെ അടുക്കലേക്ക് വരുമോ, പിശാച് നമ്മെ സമീപിക്കുമോ എന്ന്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നഹു യറാക്കും, നിശ്ചയം പിശാച് നിങ്ങളെ കാണുന്നുണ്ട്, ഹുവ അവനും വ ഖബീലുഹു അവൻ്റെ ഗോത്രക്കാരും എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ സൈന്യങ്ങൾ, പിശാചിൻ്റെ ആളുകൾ, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചിൻ്റെ ആളുകളൊക്കെ അവർ നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, പക്ഷേ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. അവർ നമ്മുടെ സമീപത്തുണ്ട്, നമ്മുടെ സമീപത്തേക്ക് അവർ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകളുടെ മിത്രങ്ങളാക്കിയിരിക്കുന്നു നാം പിശാചിക്കളെ. ഇവിടെ വലിയ ഔലിയ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ്, മിത്രങ്ങൾ എന്നാണ്, എപ്പോഴും കൂടെ ഉണ്ടാകുന്നവർ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളുടെ കൂടെ നിരന്തരം പിശാച് ഉണ്ടാകുമെന്നർത്ഥം. അപ്പോൾ പിശാച് മിത്രങ്ങളായി കൂടെ കൂടുന്ന ആളുകളുണ്ട്. പിശാച് നമ്മൾ കാണാത്ത രൂപത്തിൽ അവനും അവൻ്റെ സൈന്യങ്ങളും നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നോക്കൂ, നിങ്ങൾ സൂറത്തു ആറാഫിലെ തന്നെ 16-17 ആയത്തുകൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പിശാചിൻ്റെ വാക്കായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഖാല ഫബിമാ അഗ്വൈതനീ ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, അല്ലാഹുവേ, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ, അല്ലെങ്കിൽ നീ എന്നെ വഴി തെറ്റിച്ചതിനാൽ നിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിക്കുന്നതാണ്. ആർക്ക് വേണ്ടി? സത്യവിശ്വാസികളെ വഴി തെറ്റിക്കുവാൻ വേണ്ടി നേരായ പാതയിൽ ഒരു വിലങ്ങ് തടിയായി ഞാൻ നിൽക്കും. സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിറകിലൂടെയും അവരുടെ വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഞാൻ അവരെ സമീപിക്കും. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അവരിൽ മഹാഭൂരിപക്ഷത്തെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. നോക്കൂ, പിശാചിക്കൾ എങ്ങനെയാണ് നമ്മുടെ അടുക്കൽ വരുന്നത്? സാക്ഷാൽ ഇബ്ലീസ് തന്നെ നമ്മുടെ മുൻഭാഗത്തുകൂടിയും പിറകിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും എല്ലാം തന്നെ പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വരുമെന്ന് മാത്രമല്ല, മഹാഭൂരിപക്ഷത്തെയും അവൻ നന്ദി കെട്ടവനാക്കി തീർക്കും എന്ന് പിശാച് പ്രഖ്യാപിക്കുകയുണ്ടായി. അതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ 97-98 ആയത്തുകളിൽ കാണാം, ഒരു ദുആ ആണ് ഇത്, നാം നടത്തേണ്ട ദുആ ആണ്. ആ ദുആയിലുള്ളത് വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ, വഖുൽ, നബിയെ പറയുക, എല്ലാ വിശ്വാസികളും പറയുക, റബ്ബി, എൻ്റെ രക്ഷിതാവേ, അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മിൻ ഹമസാത്തി ഷയാത്തീൻ, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന്. ഹംസി എന്ന് പറഞ്ഞാൽ പിശാചുണ്ടാക്കുന്ന ഭ്രാന്ത്, പിശാചിൻ്റെ ദുർബോധനങ്ങൾ എല്ലാം അതിൽപ്പെടുന്നതാണ്. അപ്പോൾ പിശാചുക്കൾ അതൊക്കെ ചെയ്യും. അതിനുവേണ്ടി അവർ നമ്മുടെ സമീപത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്, വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, വ അഊദു ബിക, അല്ലാഹുവേ, നിന്നിൽ ഞാൻ അഭയം തേടുന്നു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, അൻ യഹ്ദുറൂൻ, അവർ എൻ്റെ അടുക്കൽ ഹാജരാവുന്നതിൽ നിന്ന്. അപ്പോൾ പിശാചുക്കൾ നമ്മുടെ അടുക്കൽ ഹാജരാവും. ആ പിശാച് നമ്മുടെ മനസ്സുകളിൽ വസ്വാസുകൾ ഉണ്ടാക്കും, ദുർബോധനം ചെയ്യും. അതേപോലെയുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പിശാച് ഉണ്ടാക്കും. അതിൽ നിന്നെല്ലാം അങ്ങനെ പിശാച് അതിനുവേണ്ടി എന്നെ സമീപിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പോൾ ഈ ഖുർആനിക വചനങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പോയിൻ്റ് എന്താണ്? നിരന്തരം നമ്മുടെ പിറകിലൂടെ, മുൻഭാഗത്തുകൂടെ, ഇടതുഭാഗത്തുകൂടെ എല്ലാം തന്നെ വലതുഭാഗത്തുകൂടെയും എല്ലാം തന്നെ നിരന്തരം പിശാച് വരികയും
നന്ദി കെട്ടവരാക്കി തീർക്കുവാനും നേരായ പാതയിൽ നിന്ന് നമ്മെ തടയുവാനും നമുക്ക് പല നിലക്കുമുള്ള മാനസിക പ്രയാസങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ പിശാച് നമ്മെ സമീപിക്കും എന്നാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എങ്കിൽ പിശാച് നമ്മുടെ അടുക്കലേക്ക് വരാതിരിക്കാനും ഇനി അഥവാ അവൻ വന്നാൽ തന്നെ അവൻ്റെ ദുർബോധനങ്ങളിൽ നമ്മൾ പെട്ടുപോവാതിരിക്കുവാനും അവൻ്റെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോവാതിരിക്കുവാനും എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തത് പിശാച് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പിശാച് തന്നെ തോൽവി സമ്മതിച്ച ഒരു വിഭാഗമുണ്ട്. അവരിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ശ്രമിച്ചാൽ മതി. ഏതാണത്? സൂറത്തുൽ ഹിജ്റിലെ പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായമാണ്. ആ അധ്യായത്തിലെ 36 മുതൽ 42 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. അവിടെ ഇബ്ലീസ് പറയുകയാണ്, ഖാല റബ്ബി ഫഅൻളിർനി ഇലാ യൗമി യുബഅസുൻ. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ നീ എനിക്ക് ആയുസ് നീട്ടിത്തരണമേ. പിശാചിന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ആയുസ് നൽകിയിട്ടുണ്ട്, അവനെ സൃഷ്ടിച്ച അന്നു മുതൽ. ഖാല ഫഇന്നക മിനൽ മുൻളരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് അവധി നീട്ടി നൽകപ്പെട്ടിരിക്കുന്നു. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസം വരെ, അഥവാ ഖിയാമത്ത് നാൾ വരെ. അപ്പോൾ പിശാച് വീണ്ടും പറയുകയാണ്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി. അല്ലാഹുവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ല ഉസയ്യിനന്ന ലഹും ഫിൽ അർദി, മനുഷ്യർക്ക് ഭൂമിയിലുള്ളതെല്ലാം ഭംഗിയുള്ളതാക്കി ഞാൻ തോന്നിപ്പിക്കും, അഥവാ അവരെ കബളിപ്പിക്കും. വല ഉഗ്വിയന്നഹും അജ്മഈൻ, ആ കബളിപ്പിക്കലിലൂടെ അവരിൽ മഹാഭൂരിപക്ഷത്തെയും അല്ല അവരിൽ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. എന്നാൽ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള അടിമകളെ ഒഴികെ അവരെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും, ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം, നിശ്ചയം ഇതാകുന്നു എൻ്റെ നേരായ വഴി. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനും, എൻ്റെ സാക്ഷാൽ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു സുൽത്താനുമില്ല, അധികാരവുമില്ല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, വഴിപിഴച്ചവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരൊഴികെ. അപ്പോൾ ഇവിടെ ഇബ്ലീസ് തന്നെ തോൽവി സമ്മതിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? വല ഉഗ്വിയന്നഹും അജ്മഈൻ, അവരിൽ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്നാൽ ഇഖ്ലാസുള്ള ആളുകളെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിശാച് നമ്മളെ വഴിതെറ്റിക്കാതിരിക്കാൻ നമ്മിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാത്ത സത്യവിശ്വാസം. ആരെയും കാണിക്കുക എന്ന ചിന്തയില്ലാതെ പരലോകത്തെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടും മനസ്സറിഞ്ഞുകൊണ്ട് നല്ലവരാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ വഴിതെറ്റിക്കുവാൻ ഇബ്ലീസിന് സാധ്യമല്ല. ഈ ഒരു നിഷ്കളങ്കതയും ഈ ഒരു ആത്മാർത്ഥതയും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് പിശാച് നമ്മെ സമീപിക്കുന്നതും അവൻ നമ്മെ വഴിതെറ്റിക്കുന്നതും. അവിടെ ഇഖ്ലാസിൽ കുറവ് സംഭവിക്കുമ്പോൾ മാത്രമാണ് പിശാച് നമ്മെ പിടികൂടുന്നത്. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് നന്നാക്കി തീർക്കുക. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം രക്ഷപ്പെടണം, നന്നാവണമെന്ന്. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രത പുലർത്തും. അവൻ ഏതെല്ലാം വഴികളിലൂടെ കടന്നു വരും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യും. തിന്മയുടെ വാതിലുകളെല്ലാം നമ്മൾ അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അതിൽ നിന്ന് ഒന്നുപോലും തുറക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. സദാസമയവും നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും മരിച്ചു പോകണമെന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ഖബറിൽ കിടക്കണം, മഹ്ശറിൽ അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ചിന്തകളിൽ മുഴുവൻ ആത്മാർത്ഥമായി പരലോകമുണ്ടാകും, അള്ളാഹു ഉണ്ടാകും, നല്ലവരാകണം എന്ന ആത്മാർത്ഥമായ ചിന്ത നമുക്കുണ്ടാകും. അതിനുവേണ്ടിയുള്ള കഠിനമായൊരു പരിശ്രമം ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇഖ്ലാസ് വേണം. അതുകൊണ്ട് ഇഖ്ലാസുള്ള, നല്ല മനസ്സുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളായി നമ്മൾ മാറിയാൽ അത്തരം ആളുകളെ വഴിതെറ്റിക്കുവാൻ പിശാചിന് സാധ്യമല്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമത്തെ കാര്യം, തഖ്വയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കൃത്യമായി കാത്തു സൂക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അതിനുള്ള തെളിവ് 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 201, 202 ആയത്തുകളാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന തഖൗ, നിശ്ചയം തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിക്കലാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കലും അള്ളാഹു വിലക്കിയതും നിരുത്സാഹപ്പെടുത്തിയതുമായ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി, ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് വല്ല ദുർബോധനവും അവരെ ബാധിച്ചാൽ, പിശാചുക്കൾ അവരുടെ അടുക്കൽ വരികയും ഏതെങ്കിലും നിലക്ക് വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച് പരിശ്രമിക്കുകയും ചെയ്താൽ തദക്കറു, അവർ പെട്ടെന്ന് ഉത്ബുദ്ധരാകും, അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയാകും, ഇത് പിശാചിൻ്റെ തന്ത്രമാണ് എന്നവർക്ക് ബോധ്യപ്പെടും. ഫഇദാഹും മുബ്സിറൂൻ, അങ്ങനെ അവർ ഉൾക്കാഴ്ച ഉള്ള ആളുകളായിത്തീരും. വ ഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്യ്, എന്നാൽ പിശാചിൻ്റെ മിത്രങ്ങളാകട്ടെ പിശാച് അവരെ വഴികേടിൽ സഹായിച്ചുകൊണ്ടേയിരിക്കും. സുമ്മ ലാ യുഖ്സിറൂൻ, അവർക്ക് പിന്നീട് ആ തിന്മയിൽ നിന്ന് മാറി നല്ലവരാകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമാകും. അപ്പോൾ പിശാചിന് വഴങ്ങിക്കൊടുക്കുകയും ഒരു നിലക്കും തഖ്വയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത ആളുകളെ പിശാച് നിരന്തരം വേട്ടയാടുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ, പിശാചുക്കൾ അവൻ്റെ മിത്രങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിടത്ത് അദ്ദേഹം പറയുന്നത്, ലാ അൽ ഇൻസു യുഖ്സിറൂൻ അമ്മാ യഅമലൂന മിനസ് സയ്യിആത്ത്, മനുഷ്യൻ അവൻ ചെയ്യുന്ന തെറ്റിൽ നിന്ന് ഒരിക്കലും അവൻ പിറകോട്ട് പോവുകയുമില്ല. വല ശയാത്തീനു തുംസിക്കു അൻഹും, പിശാചാകട്ടെ അവരെ വഴിതെറ്റിക്കുന്നത് നിർത്തുകയുമില്ല. ഇങ്ങനെ പിശാച് വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും, മനുഷ്യർ വഴികേടിലായിക്കൊണ്ടേയിരിക്കും. ഇത് പിശാചിൻ്റെ മിത്രങ്ങളുടെ സ്വഭാവമാണ്. എന്നാൽ യഥാർത്ഥ തഖ്വയോടുകൂടി ജീവിക്കുന്ന, ആത്മാർത്ഥമായി മുത്തഖീങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പിശാചിൻ്റെ ദുർബോധനമുണ്ടാകുമ്പോഴേക്ക് അവർക്ക് ഉൾക്കാഴ്ചയുണ്ടാകുമെന്നാണ്. ഇവിടെ ത്വാഇഫും മിനശ് ശൈത്താൻ എന്ന് പറഞ്ഞിടത്ത് ഇബ്നു ജരീർ അത്വബരി അത്വാഇഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നൽകിയ അർത്ഥം മാ ത്വാഫ ബിക മിൻ വസ്വസതി ശൈത്താൻ, പിശാചിൻ്റെ വസ്വാസ്, നിന്നെ സമീപിക്കുന്ന, നിന്നെ ബാധിക്കുന്ന പിശാചിൻ്റെ വസ്വാസ്. അതേപോലെ തന്നെ വൽ വസ്വസതു വൽ ഇസ്തിസ്ലാലു ഹുവ ത്വാഇഫു മിനശ് ശൈത്താൻ, തെറ്റിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും വസ്വാസുകളുമാണ് ത്വാഇഫും മിനശ് ശൈത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വല്ല ദുർബോധനവും പിശാചിൽ നിന്ന് ഉണ്ടായാൽ ഫൈദാഹും മുബ്സിറൂൻ, തഖ്വയുള്ള ആളുകൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകുന്നു. ഫഇന്നഹു യഅനി ഫഇദാഹും മുബ്സിറൂന ഹുദല്ലാഹി വബയാനഹു വതഅതഹു ഫി ഫമുൻതഹൂന അമ്മാ ദഅാഹും ഇലൈഹി ത്വാഇഫു ശൈത്താൻ, അവർക്ക് വ്യക്തമായ ധാരണയുണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഒരാൾക്ക് തഖ്വയുണ്ടാവണമെങ്കിൽ അറിവുണ്ടാകണം. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിക്കലാണ്. അപ്പോൾ വിധികൾ എന്താണ്, വിലക്കുകൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ വിധികളും വിലക്കുകളും അറിഞ്ഞിരിക്കുന്ന ഒരാൾ പിശാച് ദുർബോധനം നടത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാകും, ഇത് ശരിയല്ല, ഇത് അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരാണ്. ഒന്നുകിൽ അള്ളാഹു കൽപ്പിച്ചതിൽ നിന്ന് എന്നെ തടയുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഈ ബോധം തഖ്വയുള്ള ആളുകൾക്കുണ്ടാകും. അപ്പോൾ അറിവും തഖ്വയും ഉള്ള ആളുകൾ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾ, അവരെ പിശാചിന് വഴിതെറ്റിക്കാൻ കഴിയില്ല. വല്ല ദുർബോധനവും ഉണ്ടായാൽ തന്നെ അവർക്കത് വ്യക്തമാവുകയും അവർ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിനെ ആട്ടിയകറ്റാനുള്ള മാർഗങ്ങളിൽ രണ്ടാമത്തതാണ് തഖ്വയുള്ള ആളുകളാവണം. അതിനെന്ത് വേണം? നല്ല അറിവും നമുക്ക് ഉണ്ടായിരിക്കണം. ശരീഅത്തിൽ, അള്ളാഹുവിൻ്റെ മതത്തിൽ, ഖുർആനിൽ, ഹദീസിൽ എല്ലാം നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ പിശാച് നമ്മെ ബാധിക്കുകയില്ല. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഇഖ്ലാസും വേണം. അറിവും തഖ്വയും മാത്രം പോരാ, ഇഖ്ലാസു കൂടി ഉണ്ടാകുമ്പോൾ പിശാചിനെ ആട്ടിയകറ്റാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തത്, ഇതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, നിരന്തരമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകണം. അദ്കാറുകൾ, ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും വേണം. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തു സുഖ്റുഫിലെ 36-37 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ ദിക്റിനെ ആരാണോ അവഗണിക്കുന്നത്, നുഖയ്യിദു ലഹു ശൈത്താനൻ, ഒരു പിശാചിനെ അവന് നാം കീഴ്പ്പെടുത്തി കൊടുക്കും, ഫഹുവ ലഹു ഖരീൻ, പിന്നീട് ആ പിശാച് അവൻ്റെ കൂട്ടുകാരനായിരിക്കും. വ ഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി, ശരിയായ മാർഗത്തിൽ നിന്ന് പിശാച് അയാളെ തടഞ്ഞുകൊണ്ടിരിക്കും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അയാൾ വിചാരിക്കുന്നത് ഞാൻ സന്മാർഗത്തിലാണ് എന്നാണ്. ഇവിടെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഒരാൾ അകന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ കൂട്ടുകാരൻ പിശാചായിരിക്കുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തു മനസ്സിലായി? എത്ര കണ്ട് നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് പിശാച് അകന്നു പോകുന്നതാണ്. നിരന്തരമായ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലണം.
ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഇണചേരുന്ന സന്ദർഭത്തിലും പ്രഭാത പ്രദോഷങ്ങളിലുള്ള അദ്കാറുകളും നമസ്കാര ശേഷമുള്ള ദിക്റുകൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റുകൾ അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളെല്ലാം ചൊല്ലണം. ധാരാളമായി ദുആ ചെയ്യണം, ധാരാളമായി പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ തുടങ്ങിയ ദിക്റുകളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചാൽ, അങ്ങനെ ദിക്റുകൾ മനസാന്നിധ്യത്തോടു കൂടി ചെല്ലുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മയാകും. അത്തരം ആളുകളുടെ അടുക്കൽ നിന്ന് പിശാച് അകന്നു പോകുന്നതാണ്. ഇത് വളരെ ഗംഭീരമായ ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഹാരിസുൽ അശ്അരി റളിയല്ലാഹു തആല അൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വഅമുറുക്കും അൻ തദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. വഅമുറുക്കും അൻ തദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, അഥവാ ധാരാളമായി ദിക്റുകൾ ചൊല്ലണം. ഫഇന്ന മസല ദാലിക് കമസലി റജുലിൻ, അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുന്ന ഒരാളുടെ ഉപമ ഏതുപോലെയാണ്? കമസലി റജുലിൻ, ഒരു വ്യക്തി, ഖറജല അദുവ്വു ഫി അസരിഹി സിറാഅ, ശത്രു സൈന്യം അയാളുടെ പിറകിൽ വളരെ ധൃതിയിലുണ്ട്. ഹത്ത ഇദാ അതാ അലാ ഹിസ്നിൻ ഹസീനിൻ, പക്ഷേ അദ്ദേഹം ഭദ്രമായൊരു കോട്ടയിൽ അഭയം പ്രാപിച്ചു. ഫഅഹ്റസ നഫ്സഹു മിൻഹും, അങ്ങനെ ആ ശത്രുക്കളിൽ നിന്ന് തൻ്റെ ശരീരത്തെ, ജീവനെ അയാൾ സംരക്ഷിച്ചു. അപ്പോൾ ഒരു വ്യക്തി, ഒരു വലിയ സൈന്യം, ശത്രു സൈന്യം അയാളെ പിടികൂടാൻ വേണ്ടി വളരെ തിരക്കിട്ട് തന്നെ അയാളുടെ പിറകിലുണ്ട്. ആ വ്യക്തി ഓടി സുഭദ്രമായ ഒരു കോട്ടയിൽ അഭയം പ്രാപിക്കുകയാണ്. പിന്നീട് ശത്രുക്കൾക്ക് ഒരു നിലക്കും അയാളെ സ്പർശിക്കാൻ പോലും സാധിക്കാത്ത വിധം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഉപമ കദാലിക്കൽ അബ്ദു, അപ്രകാരമാകുന്ന ഒരടിമ, ഒരു വിശ്വാസി, ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്താനി ഇല്ലാ ബിദിക്രില്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ പിശാചിൽ നിന്ന് അയാൾക്ക് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. വളരെ വ്യക്തമായ ഹദീസാണ്. നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ വ്യക്തമായ വ്യാഖ്യാനവുമാണ്. എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നുവോ സഹോദരങ്ങളെ, അത്ര കണ്ട് പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് നാം രക്ഷപ്പെടും. സുഭദ്രമായ കോട്ടയാണ് അള്ളാഹുവിൻ്റെ അദ്കാറുകൾ. സുബൈക്ക് ശേഷം ചൊല്ലാനുള്ള ഒരുപാട് ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലാനുള്ളതുണ്ട്, ഓരോ നമസ്കാര ശേഷവും ചൊല്ലാനുള്ള ദിക്റുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും ജീവിതത്തിൻ്റെ വ്യത്യസ്ത രംഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളുണ്ട്. ഈ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലണം. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 41 മുതൽ 43 വരെയുള്ള ആയത്തുകളിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ സിക്റൻ കസീറ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്നാണ്. ഉദ്കുറുല്ലാഹ സിക്റൻ കസീറ, ധാരാളമായി ഓർക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണം. ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു ലിയുഖ്രിജകും മിനൽ ദുലുമാതി ഇലൻ നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമ, അല്ലാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നുണ്ട്, അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ. കാരണം വിശ്വാസികളോട് അള്ളാഹു കാരുണ്യമുള്ളവനാണ്. ആ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും, അള്ളാഹുവിൻ്റെ സ്വലാത്ത് നമുക്ക് ലഭിക്കും, മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. എന്ത് വേണം? ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്ലീലുകളൊക്കെ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് 100 തവണ, ഈ പറയപ്പെട്ട ദിക്റുകളൊക്കെ 100 തവണ. ഇനി അതിൽ അധികരിപ്പിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അതൊരു സുഭദ്രമായ കോട്ടയാണ്. എങ്കിൽ പിശാചുക്കൾ നമ്മുടെ അടുക്കലേക്ക് അടുക്കുകയില്ല. എന്നാൽ പലപ്പോഴും ഈ വിഷയങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തുമ്പോഴാണ് പിശാചിൻ്റെ വസ്വാസിന് നമ്മൾ കീഴ്പ്പെട്ടു പോകുന്നത്, പിശാചിൻ്റേതായ ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതല്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്, അതെല്ലാം തന്നെ ഈ 3 വിഷയങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഇഖ്ലാസ്, നിഷ്കളങ്കമായിരിക്കണം, കാപട്യമുണ്ടാവരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം നിറഞ്ഞ, അവൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടും രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടും. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകളെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല, അവരെ കീഴ്പ്പെടുത്താനോ വഴിതെറ്റിക്കാനോ എനിക്ക് കഴിയില്ല. കാരണം അവർ ആത്മാർത്ഥമായി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ഇഖ്ലാസ് നമുക്ക് വേണം. രണ്ടാമത്തത് തഖ്വയാണ്, ധാർമ്മിക ബോധമാണ്, വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള ബോധമാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള പരിശ്രമമാണ്, അതിന് ആവശ്യമായ വിജ്ഞാനമാണ്. ഇത് നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ പിശാചുക്കൾക്ക്
നമ്മെ ഉപദ്രവിക്കുക സാധ്യമല്ല. മൂന്നാമത്തത് അദ്കാറുകൾ വർദ്ധിപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളമായി ദിക്റുകൾ ചൊല്ലണം. മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയ ഒരു കാര്യമാണത്. പൂർവ്വകാല സലഫു സ്വാലിഹ്യങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരവുമൊക്കെ ധാരാളമായി ദിക്റുകൾ ചൊല്ലിയിരിക്കാറുണ്ടായിരുന്നു. നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ അവർക്ക് ധാരാളമായി ദിക്റുകൾ ചൊല്ലാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളെല്ലാം കോർത്തിണക്കി പ്രത്യേകമായ വിർദുകൾ അവർക്കുണ്ടായിരുന്നു. അദ്കാറുകളുടെ ഒരു ഗ്രൂപ്പിനാണത് പറയുന്നത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള സാധിക്കുന്നത്ര, പക്ഷേ അത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതായിരിക്കണം. അത്തരം ദിക്റുകൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ ധാരാളമായി ചൊല്ലുക. അതൊക്കെ പിശാചിൽ നിന്നുള്ള ഒരു രക്ഷയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനിൻ്റെ പാരായണമാണ്. കാരണം അഫ്ളലു ദിക്ർ ഖിറാഅത്തുൽ ഖുർആനാണ്. അതിൽ തസ്ബീഹുണ്ട്, തഹ്ലീലുണ്ട്, തക്ബീറുണ്ട്, തഹ്മീദുണ്ട്. എല്ലാ അള്ളാഹുവിനെ പുകഴ്ത്തലും വാഴ്ത്തലും പരിശുദ്ധ ഖുർആനിലുണ്ട്. തഖ്വക്കും ഇഖ്ലാസിനും എല്ലാം നമ്മളെ സഹായിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. നിരന്തരമായി അർത്ഥസഹിതം ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി സദാ അള്ളാഹുവിൻ്റെ ദിക്റിൽ തന്നെയാണ്. പിശാചിന് അത്തരം ആളുകളെ തോൽപ്പിക്കുക സാധ്യമല്ല. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.